ഹലോ കൂട്ടുകാരെ, ഈ തവണ ഓണത്തിന് ഞാനും ഫാമിലിയും നാട്ടിൽ തേക്കടി കുമളിയിൽ പോയപ്പോൾ അവിടെ നിന്നും കൊണ്ടുവന്ന ഗിഫ്റ്റുകളാണ് കേട്ടോ ഇത്. ശരിക്കും നമ്മൾ പറഞ്ഞ ഇടുക്കി ഗോൾഡ് ഈ സാധനങ്ങളെ കേട്ടോ, നല്ല അടിപൊളി ഏലക്ക, നല്ല ഫസ്റ്റ് ക്വാളിറ്റി ഏലക്കയാണ് കേട്ടോ. ഇതിൻ്റെ ഡപ്പ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം അതേപോലെ ഭയങ്കര സ്മെല്ലാണ്. അപ്പോൾ പിന്നെ ഈ സ്പൈസസ്, നമ്മൾ ചിക്കൻ കറി, ബീഫ്, അതുപോലെ പായസം, ഇന്നത്തെ കിട്ടാൻ പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല. ഇനി അടുത്ത കറുത്ത ഗോൾഡാണ് കേട്ടോ. ഈ സാധനം കുരുമുളക് എന്നറിയപ്പെടും, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏതാണ്? ഇടുക്കിയിലെ റാണി എന്നാണ് ഇവനെ അറിയപ്പെടുന്നത്. കാരണം കറുത്ത മുത്ത്, കറുത്ത ഗോൾഡ്, ഇതൊക്കെ നല്ല സൂപ്പർ ഫസ്റ്റ് ക്വാളിറ്റി സാധനം കേട്ടോ. നമുക്കിവിടെ ഒന്നും കടകളിൽ കൂടെ ഒന്നും കിട്ടുന്നത് പോലത്തെ ചൊള്ളൊന്നുമല്ല. ഇവനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത്ര പെർഫെക്റ്റാണ് ഈ സാധനം. ഒരു കടി കടിച്ചാൽ തന്നെ നമ്മളെ വായൊക്കെ എരിഞ്ഞു പോകും. അതാണ് ശരിക്കും യഥാർത്ഥത്തിലുള്ള കുരുമുളക്. നിങ്ങളൊക്കെ ഒരു കുരുമുളക് മേടിക്കുവാണെങ്കിൽ ആദ്യം ഒരു കുരുമുളക് എടുത്ത് കടിച്ചു നോക്കണം കേട്ടോ. നല്ല എരിവുണ്ടെങ്കിൽ അത് ഒറിജിനൽ കുരുമുളകായിരിക്കും. അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെയൊക്കെ പല സാധനങ്ങൾ ചേർന്ന് വരുന്നുണ്ട്, ഉണ്ണിക്കായും അങ്ങനെയൊക്കെ കൃത്രിമമായിട്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് കടിച്ചൊക്കെ ഒന്ന് പരീക്ഷിച്ച് വേണം നോക്കാൻ. അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലൊക്കെ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ആ ദിവസത്തെ റേറ്റ് വെച്ച് ഞങ്ങൾ നിങ്ങൾക്ക് എത്തിച്ച് തരുന്നതായിരിക്കും. അങ്ങനെ ഞാൻ എല്ലായിടത്തും പായ്ക്ക് കേട്ടോ. ഇതെല്ലാം നമ്മളെടുത്ത് അടച്ച് പൂട്ടി വെക്കണം, കാരണം കയറി കഴിഞ്ഞാൽ പൂപ്പലൊക്കെ ഉണ്ടാകും. അപ്പം അതൊക്കെ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി മൂന്നാമത് ഞങ്ങൾ കൊടുക്കുന്ന ഗിഫ്റ്റ് നല്ല കാന്താരി മുളക് കേട്ടോ. നല്ല വെള്ളക്കാന്താരി, ചുമന്ന കാന്താരി ഉണ്ട്. ഇതും കൊണ്ട് ഉപ്പിലിട്ട് വിനാഗിരിക്കകത്തിട്ട് ഞങ്ങൾ വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് കൊളസ്ട്രോളൊക്കെ നമുക്ക് നിയന്ത്രിക്കുവാൻ ഈ കാന്താരിയൊക്കെ ഒരുപാട് സഹായിക്കും. അപ്പം ഉണങ്ങി പോകുന്നതിലും ഭേദം നമ്മൾ ഉപ്പിലിട്ട് വെച്ചാൽ ഇവന് എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റും. മാത്രമല്ല നല്ല കഞ്ഞിയും തൈരിൻ്റെ കൂടെ പൊട്ടിച്ച് കഴിക്കാൻ ടേസ്റ്റാണ്. അതുപോലെ കറികളൊക്കെ വെക്കുമ്പോഴത്തേക്ക് നമ്മൾ മീൻ പറ്റിച്ചൊക്കെ വെക്കുമ്പോൾ ഈ കാന്താരി കിട്ടാൻ എന്നാ ടേസ്റ്റാണ്. പീരയൊക്കെ ഒതുക്കാൻ സൂപ്പറാണ്. അപ്പം നിങ്ങൾ പറഞ്ഞാൽ ആർക്കെങ്കിലും വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ അതൊക്കെ നിങ്ങൾക്ക് എത്തിച്ച് തരുന്നതായിരിക്കും. ഇത് നല്ല പഴുത്ത കാന്താരി കേട്ടോ. ഏകദേശം എല്ലാം കൂടി ഒരു 1/2 കിലോ അടുത്തോളം വരും. പകുതി ഞങ്ങളെടുത്ത് ഉപ്പിലിട്ടു, ബാക്കിയെടുത്ത് കറി വെച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇതടച്ച് പൂട്ടാണ്. ഇനി അടുത്തതാണ് നമ്മുടെ കുടംപുളി, നാടൻ കുടംപുളി എന്ന് പറയും. കണ്ടോ, നല്ല കറുത്തിരിക്കുകയാണ്. ഇത് 1 കിലോ മീന് എനിക്ക് തോന്നുന്നത് 2-3 ഇട്ടാൽ മതി. സംഗതി അടിപൊളി പുളിയായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എല്ലാത്തിലും ഉണ്ട്. ലോക്കൽ ക്വാളിറ്റി ഉണ്ട്, അത് ഹൈ ക്വാളിറ്റി ഉണ്ട്. എനിക്കൊന്ന് ഇവിടെയൊക്കെ നമുക്ക് കിട്ടുന്നതൊക്കെ ലോക്കൽ ആകാനൊക്കെയാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആർക്കെങ്കിലും വേണമെന്നൊക്കെ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്കെല്ലാം ഞങ്ങൾ എത്തിച്ച് തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ വീണ്ടും അടുത്ത് വിടുമ്പോൾ വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. ഓക്കെ.